അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽഹു ഫലാ ഹാദിയ ലഹു وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ സ്നേഹാദരണീയരായ വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, ഇവിടെ ഈ ഒരു ഓഡിറ്റോറിയത്തിൽ വിശുദ്ധ ഖുർആനിനെ കുറിച്ചും പ്രവാചക തിരുവചനങ്ങളെക്കുറിച്ചും നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ടുന്ന വിഷയങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഫോക്കസുകൾ, ധാരാളം ദീനി മജ്ലിസുകൾ ധാരാളമായി നടക്കുന്ന ഒരു പ്രദേശമാണ്, പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു ഹോസ്പിറ്റൽ സംവിധാനം. അല്ലാഹു സുബ്ഹാനഹു വ തആല പങ്കെടുക്കുന്ന നമുക്കും ഇതിനുവേണ്ടി സൗകര്യങ്ങൾ നൽകുന്നവർക്കും റഹ്മാനായ റബ്ബ് അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഓരോ വിഷയങ്ങളാണ് ഓരോ സന്ദർഭങ്ങളിൽ നമ്മൾ പഠിക്കാറുള്ളത്. ഇന്നും ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് എന്നാൽ വളരെ ബൃഹത്തായ ഒരു വിഷയം, തവക്കുൽ. ഈ വിഷയത്തെക്കുറിച്ച് നമുക്കറിയാവുന്നവരാണ്, എങ്കിലും ഒരു ഓർമ്മപ്പെടുത്തലും നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ടുന്ന ചില കാര്യങ്ങളെക്കുറിച്ചുള്ള സംസാരവുമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടുന്ന അതീവ സുപ്രധാനമായ ഒരു സ്വഭാവമാണ്, നിർബന്ധമായും ഉണ്ടാവേണ്ടുന്ന നമ്മുടെ സ്വഭാവങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സ്വഭാവങ്ങളിൽ ഒന്നാണ് തവക്കുൽ അഥവാ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക എന്നത്. ഈ വാക്കിന് ധാരാളം അർത്ഥതലങ്ങൾ ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകനാണ് എന്നും ആ ഏകദൈവ വിശ്വാസത്തിൻ്റെ, തൗഹീദിൻ്റെ അതിപ്രധാനമായ ഒരു ആശയമാണ് തവക്കുൽ എന്നുള്ളത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവുമായി അവനുള്ള ബന്ധത്തിൻ്റെ താക്കോലാണ് തവക്കുൽ എന്ന് പറയുന്നത്. സൃഷ്ടികളായ നമ്മൾ നമ്മുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ നാം ചെയ്തതിന് ശേഷം അതിനപ്പുറമുള്ളതൊക്കെ ലോകത്തിൻ്റെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് അവൻ ആത്മവിശ്വാസത്തോടു കൂടി
സധൈര്യം ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നു എന്നതാണ് തവക്കുൽ എന്നതിൻ്റെ താല്പര്യം. വിശ്വാസികളെ, സുഹൃത്തുക്കളെ, സർവകാര്യങ്ങളും അറിയുന്നവനാണ് അല്ലാഹു. ഇതാണ് തൗഹീദ്, അതിൻ്റെ ഒരു വശം. എല്ലാം അറിയുന്നവൻ റഹ്മാനായ റബ്ബാണ്. അത് ഹൃദയത്തിൽ ഉറപ്പിച്ച് മനസ്സിലാക്കി മുഴുവൻ വിഷയങ്ങളും തൻ്റെ ജീവിതത്തിൻ്റെ ഓരോ സെക്കൻഡുകളും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക എന്നതാണ് തവക്കുൽ. ഒന്നുകൂടി ഞാൻ പറയാം. ജീവിതത്തിലെ ദുനിയാവിൻ്റെയും പരലോകത്തിൻ്റെയും കാര്യങ്ങളിൽപ്പെട്ട ഏതൊക്കെ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ ആ ആഗ്രഹങ്ങളൊക്കെയും ലഭിക്കുവാനും നമ്മുടെ ജീവിതത്തിലെ തിന്മകളൊക്കെ തടുത്തു കിട്ടുവാനും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ല എന്ന് നാം ആഗ്രഹിക്കുന്ന എല്ലാ തിന്മകളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് തടഞ്ഞു നിർത്തുവാനും സത്യസന്ധമായിക്കൊണ്ട് അള്ളാഹുവുമായി നടത്തുന്ന വിശ്വാസിയുടെ ഒരു ആശയവിനിമയം കൂടിയാണ് തവക്കുൽ എന്ന് പറയുന്നത്. ഇത്ര വലിയൊരു ആശയം അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ചെറിയ വാക്കിലൂടെ ദ്യോതിപ്പിക്കുന്നുണ്ട് എന്ന് നമ്മൾ ആദ്യം ഉൾക്കൊള്ളണം. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല തവക്കുൽ എന്നുള്ളത് സത്യവിശ്വാസികളുടെ മഹിതമായ സ്വഭാവമായിക്കൊണ്ടാണ് എണ്ണിയിട്ടുള്ളത്. എനിക്കും നിങ്ങൾക്കും ഉണ്ടാവേണ്ടുന്ന ഏറ്റവും സുന്ദരമായ സ്വഭാവങ്ങളിൽ ഒന്നാണത്. വഅലല്ലാഹ് ഫൽയതവക്കലിൽ മുഅ്മിനൂൻ എന്നാൽ അള്ളാഹുവിൽ സത്യവിശ്വാസികൾ ഭരമേൽപ്പിക്കുന്നവരാണ്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം റഹ്മാനായ റബ്ബിൽ ഭരമേൽപ്പിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അതിൽ അവൻ സായുജ്യമടയുന്നവനും ആണ് എന്നർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് ഓതി പഠിപ്പിച്ച മറ്റൊരു ആയത്ത് ഇങ്ങനെയാണ്: വതവക്കൽ അലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. വകഫാ ബില്ലാഹി വക്കീല, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ജീവിതത്തിലെ കൈകാര്യകർത്താവായി അവന് അള്ളാഹു മതിയായവനാണ്. എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുവാൻ, ജനങ്ങളോട് പ്രഖ്യാപിക്കുവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു കൽപ്പിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും. ഒരു യാത്ര മധ്യേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു അനുചരൻ്റെ ചെരുപ്പിൻ്റെ തുകലുകൊണ്ടുണ്ടാക്കിയ വാറ് പൊട്ടിപ്പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സാന്ദർഭികമായി അദ്ദേഹത്തോട് പറഞ്ഞു, നീ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കണം, നീ അള്ളാഹുവിനോട് ചോദിക്കണം എന്നാണ്. ഉടനെ സഹാബി ചോദിക്കുന്നുണ്ട്, റസൂലേ, ഇത്ര ചെറിയ കാര്യം ഞാൻ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കേണ്ടതുണ്ടോ എന്നാണ്. നമുക്ക് കഴിയുന്ന കാര്യത്തിൽ അതുപോലും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നത് റഹ്മാനായ റബ്ബിന് ഇഷ്ടമുള്ള കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിച്ചു, ഖുൽ, നബിയെ പറയുക, ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹു മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, എനിക്ക് അല്ലാഹു മതി എന്ന് പ്രവാചകരെ താങ്കൾ ജനങ്ങളോട് പറയുക. അലൈഹി തവക്കൽ അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ, ഭരമേൽപ്പിക്കുന്നവരൊക്കെയും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നു, അല്ലെങ്കിൽ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കട്ടെ എന്ന്. വിശ്വാസികളെ, സുഹൃത്തുക്കളെ, സത്യവിശ്വാസികളുടെ അള്ളാഹുവിൻ്റെ സ്വർഗം ആഗ്രഹിക്കുന്ന മുഅ്മിനുകളുടെ ഗുണങ്ങൾ വിശദീകരിച്ച അള്ളാഹുവിൻ്റെ വചനത്തിൽ കാണുവാൻ പറ്റും, ഇന്നമൽ മുഅ്മിനൂൻ, തീർച്ചയായും സത്യവിശ്വാസികൾ, അല്ലദീന ഇദാ ദുക്കിറല്ലാഹ്, അള്ളാഹുവിനെക്കുറിച്ച് അവർക്ക് ഓർമ്മപ്പെടുത്തി കൊടുത്താൽ, വജ്ലത്ത് ഖുലൂബുഹും,
അവരുടെ മനസ്സുകൾ, അവരുടെ ഹൃദയങ്ങൾ അത് പേടിച്ച് പ്രകമ്പനം കൊള്ളും. അവർക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ കൊണ്ട്, പ്രതീക്ഷകൾ കൊണ്ട് അവരുടെ കൈകൾ പ്രാർത്ഥന നിരതമായിരിക്കും, അവരുടെ മനസ്സുകൾ പ്രാർത്ഥന നിരതമായിരിക്കും. എന്നിട്ട് അല്ലാഹ് പറയാം, വഇദാ തുലിയത്ത് അലൈഹിം ആയാത്തുഹു, വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ അവർക്ക് ഓതി കേൾപ്പിക്കപ്പെട്ടാലോ, സാദത്തുഹും ഈമാന, അവർക്ക് പരലോകത്തിലുള്ള വിശ്വാസം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും, ഒരു കുറവും സംഭവിക്കൂല. അപ്പോൾ ഈമാനിൻ്റെ കുറവ്, വിശ്വാസത്തിൻ്റെ കുറവ്, അലസത നമ്മുടെ ജീവിതത്തിൽ പിടികൂടുന്നുണ്ട് എങ്കിൽ റഹ്മാനായ റബ്ബിൻ്റെ പ്രമാണങ്ങളോട് നമ്മുടെ മനസ്സ് അകലുന്നു എന്ന് മാത്രമല്ല, തവക്കുൽ നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുകൂടി ഉണ്ട് എന്ന് നമുക്ക് കാണുവാൻ പറ്റും. അള്ളാഹു ഈ ആയത്തിൻ്റെ അവസാനത്തിൽ പറഞ്ഞു, വഅലാ റബ്ബിഹിം യതവക്കലൂൻ, സത്യവിശ്വാസികൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നവർ ആയിരിക്കും എന്ന്. അപ്പോൾ മുഅ്മിനുകളുടെ, സത്യവിശ്വാസികളുടെ ഗുണമായിക്കൊണ്ടും അവരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സ്വഭാവമായിക്കൊണ്ടും അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എല്ലാ വിശ്വാസികളോടും നിർബന്ധമായും തവക്കുൽ ചെയ്യണമെന്ന് കൽപ്പിക്കുകയും ചെയ്ത ഒരു അതിമഹത്തായ ഒരു വിഷയത്തിലാണ് നമ്മളുള്ളത്. ഇനി നമുക്ക് ചില കാര്യങ്ങളിലേക്ക് കടന്നു പോകാം. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ തവക്കുൽ എന്നുള്ള ഈ വിഷയം വളരെ ശാന്തമായൊരു അന്തരീക്ഷത്തിൽ വലിയ ശബ്ദകോലാഹലങ്ങളില്ലാതെ ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, വിശുദ്ധ ഖുർആനിൻ്റെ വെളിച്ചത്തിൽ എന്താണ് തവക്കുൽ എന്ന് നമുക്ക് ഓരോ ആയത്തിലൂടെ കടന്നു പോകുമ്പോഴും മനസ്സിലാകും. അതിനെ വിശദീകരിച്ചുകൊണ്ട് സഅദി റഹ്മഹുല്ല പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. 3 ഘട്ടങ്ങളാണ് തവക്കുൽ, ഒരാൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക എന്ന കേവല മലയാളത്തിൽ പറയുമ്പോൾ അതിൻ്റെ വിശദീകരണമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. യഥാർത്ഥത്തിൽ മലയാളത്തിൽ തവക്കുലിന് അർത്ഥം പറയാൻ കുറേയധികം വിശദീകരിക്കണം. സഅദി റഹ്മഹുല്ല പറഞ്ഞു, വഹഖീഖത്തു തവക്കുൽ അലല്ലാഹ്, വഹഖീഖത്തു അത്തവക്കുൽ അലല്ലാഹ്. കേൾക്കണം സഹോദരങ്ങളെ, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക എന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യം, അതിൻ്റെ ഹഖീഖത്ത്, ഒന്നാമതായി അവൻ അള്ളാഹുവിനെ കൃത്യമായി അറിയുക എന്നുള്ളതാണ്. അൻ യഅലമൽ അബ്ദ അന്നൽ അംറ കുല്ലഹു ലില്ലാഹ്, എൻ്റെ ജീവിതത്തിലെ ഈ സൃഷ്ടിപ്രപഞ്ചത്തിലെ എല്ലാ കാര്യവും അള്ളാഹുവിന് ഉള്ളതാണ് എന്ന് അവൻ അറിയുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. വ അന്നഹു മാ ഷാ അല്ലാഹ് കാന വമാ ലം യശഅ ലം യകുൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിൽ ഒരു കാര്യം ഉണ്ടാവണം എന്ന് അള്ളാഹു തീരുമാനിച്ചാൽ അത് ഉണ്ടാകും. അള്ളാഹു തീരുമാനിച്ചില്ലെങ്കിൽ അത് ഉണ്ടാവുകയും ഇല്ല. വ അന്നഹു ഹുവൻ നാഫിഉ അല്ലാർ, ഒരു മനുഷ്യന് ഉപദ്രവം വരുത്തുന്നവനും ഉപകാരം വരുത്തുന്നവനും അള്ളാഹുവാണ്. അൽ മുഅത്തി അൽ മാനി, അവനാണ് തടഞ്ഞു വെക്കുന്നവനും അവനാണ് നൽകുന്നവനും. വ അന്നഹു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരു ശക്തിയും കഴിവും ഇല്ല തന്നെ എന്ന് അദ്ദേഹം എഴുതി വച്ചു. അതെ, അള്ളാഹുവിനെ അറിയുക. നമ്മൾ ഈ സൃഷ്ടിപ്രപഞ്ചത്തിൽ റഹ്മാനായ റബ്ബിന് അനുസരിക്കുവാനും അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് കീഴൊതുങ്ങി അത് മുഖേന ഖാലിദീന ഫിഹ ജന്നാത്തുൽ ഫിർദൗസിൽ എത്തിച്ചേരുവാനും അള്ളാഹു നൽകിയ ഔദാര്യത്തിൻ്റെ ഉടമകൾ മാത്രമാണ്. അള്ളാഹു നമ്മുടെ ആദിമ പിതാവ് ആദം നബി അലൈഹിസ്സലാമയെ പിശാചിലൂടെ പരീക്ഷിക്കുകയും അവർക്ക് സ്വർഗത്തിലുണ്ടായിരുന്ന സകല അനുഗ്രഹങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനോട് ഖേദിച്ച് പ്രാർത്ഥിച്ച് ഈ ദുനിയാവിലേക്ക് അവരെ അള്ളാഹു നമുക്കൊരു പരീക്ഷണമായി ഈ ഭൂമി ലോകത്ത് മാതാപിതാക്കളായി ഇവിടുന്ന് അയച്ചു തന്നു. എന്നിട്ട് ഒരു തിരിച്ചുപോക്കിനെ കുറിച്ചാണ് അള്ളാഹു നമ്മോട് സംസാരിക്കുന്നത്. എന്ത് രസമായിരിക്കും അത്!
ഈ ദുനിയാവിലെ നൈമിഷികമായ ലോകത്തെ അല്പകാലത്തെ ജീവിതത്തിന് ശേഷം നിങ്ങൾക്ക് സുന്ദരമായ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് തിരിച്ചു പോകാൻ റഹ്മാനായ റബ്ബ് ഇതാ ഒരു അവസരം നൽകിയിരിക്കുന്നു. അതിന് നിങ്ങൾ ആദ്യം അറിയേണ്ടത് ഈ ലോകത്തിൻ്റെ സ്രഷ്ടാവ് ഏകനായ അള്ളാഹു, എല്ലാം സൃഷ്ടിക്കുന്നവനും എല്ലാ തലത്തിലുള്ള കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവനും ജന്നാത്തുൽ ഫിർദൗസിൻ്റെയും കത്തിജ്വലിക്കുന്ന നരകാഗ്നിയുടെയും രക്ഷിതാവുമാണ് എന്ന കൃത്യമായ അറിവ് നിനക്കുണ്ടാവണം. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത് വലാ മുഅ്തിയ ലിമാ മനഅത് വലാ യൻഫഉ ദൽ ജദ്ദി വമിൻകൽ ജദ്ദ്. എല്ലാ ഫർള് നിസ്കാരത്തിന് ശേഷം ഒരു വിശ്വാസി പ്രവാചകൻ പഠിപ്പിച്ച ഹദീസിന്റെ ഗൗരവം അനുസരിച്ച് വളരെ നിർബന്ധപൂർവം പ്രാർത്ഥിക്കേണ്ടുന്ന പ്രാർത്ഥന അത് ഈ പറഞ്ഞതിൻ്റെ ആകത്തുകയാണ്. അല്ലാഹുവേ, റഹ്മാനായ റബ്ബേ, നീ എൻ്റെ ജീവിതത്തിൽ, ഇഹലോക ജീവിതത്തിൽ വെച്ച് എന്തെങ്കിലും ഒരു അനുഗ്രഹം നീ നൽകാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, നീ നൽകിയെങ്കിൽ അത് തടയാൻ ഈ സൃഷ്ടിപ്രപഞ്ചത്തിൽ ഒരാൾക്കും സാധ്യമല്ല. റഹ്മാനെ, നിന്റെ അനുഗ്രഹത്തിൽ നിന്ന് നീ പരീക്ഷണമായി വല്ലതും എനിക്ക് തടഞ്ഞു വച്ചിട്ടുണ്ടെങ്കിലോ ഈ ദുനിയാവിലുള്ള മുഴുവൻ ആളുകളും പരിശ്രമിച്ചാൽ അത് നൽകാനും ഒരാൾക്കും സാധ്യമാവുകയില്ല എന്നതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച സുദീർഘമായൊരു ഹദീസ് അദ്ദേഹം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ ഖൽഫ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ, ഒരു ദിവസം പ്രവാചകന്റെ കൂടെ ഞാനിങ്ങനെ നടക്കുകയാണ്. അദ്ദേഹം കുട്ടിയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഗുലാം, പൊന്നുമോനെ, ഇന്നനി ഉഅല്ലിമുക കലിമാത്തിൻ, നിനക്ക് ചില വാക്കുകൾ ഞാൻ പഠിപ്പിച്ചു തരാം. എങ്കിൽ ഇഹ്ഫളില്ലാഹ് യഹ്ഫളുക, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, എങ്കിൽ അള്ളാഹു നിന്നെ രക്ഷിക്കുന്നതാണ്. തഖ്വയുടെ ഗുണമാണ്. നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, നിന്റെ വാക്കും നിന്റെ പ്രവൃത്തിയും നിന്റെ സമ്പാദ്യവും നിന്റെ ജീവിതവും നീ സമ്പൂർണമായി അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് അനുഗുണമായി നീ വർത്തിച്ചാൽ അള്ളാഹു നിന്നെ രക്ഷിക്കുന്നതാണ്. ഇഹ്ഫളില്ലാഹ്, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക. തജ്ദുഹു തുജാഹക്, നീ ആഗ്രഹിക്കുന്നിടത്ത് അള്ളാഹുവിനെ നിനക്ക് കാണുവാൻ പറ്റും എന്ന് പറഞ്ഞാൽ നീ പ്രാർത്ഥിച്ചാൽ നിന്റെ പ്രാർത്ഥനക്ക് അള്ളാഹു ഉത്തരം നൽകും. വഇദാ സഅൽത ഫസ്അലില്ലാഹ് വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ എന്തെങ്കിലും ചോദിക്കുന്നുവെങ്കിൽ അള്ളാഹിനോട് ചോദിക്കാം. നീ എന്തെങ്കിലും സഹായം ആവശ്യപ്പെടുന്നുവെങ്കിൽ റഹ്മാനായ റബ്ബിനോട് നീ ചോദിക്കുക. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, വഅലം, നീ അറിയണം, അന്നൽ ഉമ്മത്ത് ലവിജ്തമഅത് അലാ അൻ യൻഫഉക ബിശൈഇൻ ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കത്തബഹുല്ലാഹു ലക്. ഈ ദുനിയാവിലെല്ലാവരും, ഒരു കൂട്ടം ആളുകൾ നിനക്ക് നന്മ ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് കൂടി, അത് റഹ്മാനായ റബ്ബ് അവൻ്റെ കിതാബിൽ നിനക്ക് വേണ്ടി വിധിച്ചിട്ടില്ല എങ്കിൽ ആ നന്മ നിനക്ക് നൽകാൻ അവർക്ക് സാധ്യമാവുകയില്ല. വലവിജ്തമഉ അലാ അൻ യളുറൂക ബിശൈ, നിനക്കൊരു ഉപദ്രവം വരുത്താൻ ഒരു വലിയ സമൂഹം തന്നെ ഒരുമിച്ച് കൂടി, ലാ യളുറൂക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹുല്ലാഹു അലൈക്, അല്ലാഹു നിനക്കത് വിധിച്ചിട്ടില്ല എങ്കിൽ നിന്നെ ഉപദ്രവിക്കാനും അവർക്ക് സാധ്യമാവുകയില്ല എന്ന അറിവ് നിനക്ക് ഉണ്ടാവണം. സഹോദരങ്ങളെ, ഈ ദുനിയാവിൽ ഞാനും നിങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ജോലിയും കൂലിയും അതുപോലെ ശമ്പളവും ബിസിനസ്സും അതുപോലെ വലിയ വലിയ പ്രൊഫഷനുകളും ഒക്കെ ആയിട്ടാണ് നമ്മൾ ജീവിക്കണം. അൽഹംദുലില്ലാഹ്, ഈ ഖൈറും ബർക്കത്തും അല്ലാഹു എന്നും നിലനിർത്തി നൽകുമാറാവട്ടെ. പക്ഷേ ഇതിനനുഭവിക്കുന്ന ടെൻഷൻ ഉണ്ടല്ലോ, എന്തിനാ നമ്മൾ ടെൻഷൻ അനുഭവിക്കണേ? നമ്മൾ തഖ്വയുള്ളവരായാൽ മതി. റഹ്മാനായ റബ്ബ് പഠിപ്പിച്ചതുപോലെ ജീവിതത്തെ ക്രമീകരിച്ചാൽ മതി. ഇഹലോക ജീവിതത്തിൽ നമുക്ക് എന്തൊരു നിഅമത്താണോ അള്ളാഹു നൽകാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ആ വഴിയിലേക്ക് റഹ്മാനായ റബ്ബ് നമ്മെ എത്തിക്കും. അള്ളാഹു പറഞ്ഞ വാക്കാണത്. ഇനി ഈ ദുനിയാവിൽ ധാരാളം അനുഗ്രഹങ്ങൾ, ഏറ്റവും വലിയ അനുഗ്രഹമായി നമ്മളൊക്കെ കാണുക നമുക്ക് ലഭിക്കുന്ന സമ്പാദ്യത്തെക്കുറിച്ചാണ്. ശരി, അനിവാര്യമാണത്. നമുക്ക് മാന്യമായി ജീവിക്കാൻ, കുടുംബത്തെ പോറ്റാൻ, നമ്മുടെ മാതാപിതാക്കളെ സംരക്ഷിക്കാൻ,
മക്കൾക്ക് വിദ്യാഭ്യാസം നൽകാൻ ഒക്കെ നമുക്ക് ആവശ്യം. പക്ഷേ ആ സമ്പത്തും സൗകര്യങ്ങളും നാളെയുടെ ലോകത്ത് അള്ളാഹു വിചാരണക്കെടുക്കുമ്പോൾ ജന്നാത്തുൽ ഫിർദൗസിലേക്കുള്ള വാതിലായി അതിനെ മാറ്റാൻ, കവാടമായി അതിനെ മാറ്റാൻ ഇഹലോക ജീവിതത്തെ അല്പകാലം കൊണ്ട് സാധിച്ചില്ല എങ്കിൽ എല്ലാ പ്രവർത്തനങ്ങളും നിഷ്ഫലമാണ്. അതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്തത്. എല്ലാവരും ഒരുമിച്ച് കൂടിയാലും നിനക്കൊരു നന്മയും ചെയ്യാൻ പറ്റൂല, എല്ലാവരും ഒരുമിച്ച് കൂടിയാലും നിന്നെ ഉപദ്രവിക്കാനും അവർക്ക് കഴിയില്ല. റഹ്മാനായ റബ്ബ് അവൻ്റെ കിതാബിൽ രേഖപ്പെടുത്തിയെങ്കിൽ അല്ലാതെ. നാം ജനിക്കുന്നതിന് മുൻപ് നമ്മുടെ പര്യവസാനത്തെക്കുറിച്ച് അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനർത്ഥം ഇനി സൂഫികൾ പറയുന്നത് പോലെ ഇനി എല്ലാം അള്ളാഹുവിൽ വലയം പ്രാപിച്ച് ഞാനൊന്നും ചെയ്യേണ്ടതില്ല എന്നതാണോ? അല്ല. തവക്കുൽ എന്നതിൻ്റെ രണ്ടാമത്തെ കാര്യം സഅദി റഹ്മഹുല്ല ഇങ്ങനെയാണ് വിശദീകരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, അദ്ദേഹം പറഞ്ഞു, ജീവിതത്തിൽ ഇങ്ങനൊരു വിശ്വാസത്തോടു കൂടി എൻ്റെ ജീവിതം മുഴുവൻ റഹ്മാനായ റബ്ബിൽ നിയന്ത്രിതമാണ് എന്നും ആ അള്ളാഹുവിൻ്റെ കൽപ്പനക്കനുസരിച്ച് ജീവിക്കലാണ് എല്ലാ ഹൈറും ഇഹത്തിലും പരത്തിലും എനിക്ക് ലഭിക്കാൻ ഉത്തമമെന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏതൊരു ചെറിയ വിഷയമാവട്ടെ അത് എൻ്റെ റബ്ബ്, റഹ്മാനായ റബ്ബ് എന്നെ സൃഷ്ടിച്ച് എന്നെ സംരക്ഷിച്ച് എന്നെ വളർത്തി വലുതാക്കി ഈ രൂപത്തിലാക്കിയ എൻ്റെ റബ്ബ് എൻ്റെ ജീവിതം എങ്ങനെ ആയിരിക്കുമെന്ന് കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്ന ബോധ്യം നമുക്കുണ്ടാകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കാരണം അത് മുഖേന നമ്മൾ കാരണമായി തീരും എന്നത് നമുക്കറിവുണ്ടായിരിക്കണം. നോക്കൂ നിങ്ങൾ, സഅദി റഹ്മഹുല്ല പറഞ്ഞു, ഇങ്ങനെ തവക്കുലാണ് അല്ലേ. ഞാൻ പറഞ്ഞതിൻ്റെ ഒരു വശം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും, എങ്കിൽ റഹ്മാനായ റബ്ബിൻ്റെ കൽപ്പന പ്രകാരമാണ് കഴിഞ്ഞു പോകട്ടെ, ഞാനിനി അധ്വാനിക്കേണ്ടതില്ല എന്നാണോ? അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ച വിവരങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടാവുന്ന രണ്ടാമത്തെ കാര്യം കഠിനമായ അധ്വാനം നമുക്ക് കഴിയുന്ന എല്ലാ കാര്യങ്ങളിലും നാം ചെയ്തു തീർക്കണം എന്നതാണ്. സഅദി റഹ്മഹുല്ല പറഞ്ഞു, വഹുവ മഅ ഹാദാ, ആ അറിവിനോടൊപ്പം തന്നെ അവൻ എന്ത് ചെയ്യണം? ബാദിൽ ജുഹ്ദിഹി ഫീ ഫിഅലിൽ അസ്ബാബി അന്നാഫിഅ, നേട്ടങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും തന്നാൽ കഴിയും വിധം അവൻ കഠിനാധ്വാനത്തോടു കൂടി ചെയ്യുകയും ചെയ്യണം. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? അള്ളാഹുവിൻ്റെ കയ്യിലാണ് എല്ലാ കാര്യങ്ങളുടെയും നിയന്ത്രണം എന്ന് തിരിച്ചറിയുന്നതോടൊപ്പം തന്നെ സർവ പരിശ്രമങ്ങളും താൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി അവൻ ഉപയോഗിക്കണം. ചില ഉദാഹരണങ്ങൾ പറഞ്ഞ പെട്ടെന്ന് മനസ്സിലാകും അല്ലേ. രോഗം അള്ളാഹ് തന്നതാ, സംശയമില്ലല്ലോ. പരീക്ഷണമായിട്ട് റഹ്മാനായ റബ്ബ് രോഗം തരും. കഠിനമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. ആ രോഗം മാറാൻ റഹ്മാനായ റബ്ബ് ദുനിയാവിൽ ഒരു മാർഗം നിശ്ചയിച്ചിട്ടുണ്ട്, മരുന്ന് കഴിക്കണം. സഹാബത്ത് ചോദിച്ചിട്ടുണ്ട്, ഈ തവക്കുൽ പഠിച്ച സമയത്ത് സഹാബത്ത് ചോദിച്ചിട്ടുണ്ട്, റസൂലേ ഞങ്ങൾ മരുന്ന് കഴിക്കേണ്ടതുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മരുന്നില്ലാത്തൊരു രോഗം അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല, നിങ്ങൾ മരുന്ന് കഴിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. വിശപ്പ് ആര് നൽകിയതാ സഹോദരങ്ങളെ? അള്ളാഹ് നൽകിയതാണ് വിശപ്പ്. ആ വിശപ്പ് മാറാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ച ഒരു സുന്നത്ത് ഇവിടെയുണ്ട്. എന്താണ്? അവൻ ഭക്ഷണം കഴിക്കണം എന്നുള്ളത്. ആ ഭക്ഷണം തൻ്റെ ജീവിതത്തിൽ ലഭിക്കുവാനും അത് ജീവിതത്തിൽ ഉപകാരപ്രദമാകുവാനും അത് മുഖേന ആരോഗ്യമുള്ളൊരു ജീവിതം ലഭിക്കുവാനും അള്ളാഹുവിനോട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് തവക്കുലോടുകൂടി ജീവിക്കുക എന്നുള്ളത് ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. നോക്കൂ നിങ്ങൾ, സ്വർഗം ലഭിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ആഗ്രഹമാണ്, അല്ല തീക്ഷണമായ മോഹമാണ്. അത് നഷ്ടപ്പെടുന്നത് ജീവിതത്തിൽ ഒരിക്കൽ പോലും സങ്കല്പിക്കാൻ കഴിയാത്ത വിധം അള്ളാഹുവിൻ്റെ സ്വർഗത്തെ ആഗ്രഹിക്കുന്നവരാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പക്ഷേ ആ സ്വർഗം അള്ളാഹു സൃഷ്ടിച്ചതാണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് ലഭിക്കുമോ? ഇല്ല. അള്ളാഹ് അതിനൊരു കാരണം വെച്ചിട്ടുണ്ട്. അതിനു വേണ്ടി എന്തെല്ലാം നന്മകളാണ്
പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്, ആ നന്മകളൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അള്ളാഹുവിനോട് ദുആ ഇരക്കണം. നാഥാ, ഞാനിതാ എല്ലാം ചെയ്തിരിക്കുന്നു, ഇത് നീ സ്വീകരിക്കണമേ തമ്പുരാനെ. നിന്റെ സ്വർഗം നീയാണ് എനിക്ക് നൽകാൻ ഏറ്റവും കൂടുതൽ. അള്ളാഹുവേ, നീയാണ് എന്നെ പരീക്ഷിക്കുന്നവൻ, നിന്നിൽ നിന്നാണ് എനിക്ക് സ്വർഗം ലഭിക്കേണ്ടത്. ഞാൻ ആ സ്വർഗത്തിന് വേണ്ടി നിന്നോടിതാ തവക്കുൽ ചെയ്യുന്നു, എനിക്ക് നൽകണം റഹ്മാനെ എന്ന ആ പ്രാർത്ഥന. നോക്കൂ നിങ്ങൾ, നരകമോചനം, നരകം അള്ളാഹു ഉണ്ടാക്കിയതല്ലേ, അള്ളാഹു സൃഷ്ടിച്ചതാണ് നരകം. പക്ഷേ ആ നരകത്തിൽ പ്രവേശിക്കാതിരിക്കുവാൻ ചില കാരണങ്ങൾ, ചില കാര്യങ്ങൾ അള്ളാഹു നമ്മുടെ ജീവിതത്തിലൊക്കെ നിർബന്ധമാക്കിയിട്ടുണ്ട്. ആ ഹറാമുകളിൽ നിന്നൊക്കെ, ആ മുഴുവൻ തിന്മകളിൽ നിന്നൊക്കെ നമ്മൾ വിട്ടു നിൽക്കുമ്പോഴാണ് നരകമോചനം നമുക്ക് ലഭിക്കുക എന്നർത്ഥം. ഞാൻ പറഞ്ഞതിന് ചുരുക്കം, അള്ളാഹുവിനെ കുറിച്ചുള്ള കൃത്യമായ അറിവ് നമുക്ക് ഉള്ളതോടൊപ്പം തന്നെ അള്ളാഹു നൽകിയിട്ടുള്ള ഈ നന്മകൾ ജീവിതത്തിൽ ഉണ്ടാകുവാൻ വേണ്ടി എന്തെല്ലാം പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണോ അത് മുഴുവൻ നമുക്ക് ഉണ്ടാവണം. മൂന്നാമത് സഅദി റഹ്മഹുല്ലാ പറഞ്ഞു, ഫബഅദ ഹാദാ, അതിനുശേഷം അൽ ഇൽമ്, ഈ അറിവ് ഉണ്ടായതിനു ശേഷം യഅ്തമിദു ബിഖൽബിഹി അലാ റബ്ബിഹി, തൻ്റെ റബ്ബിലേക്ക് ഹൃദയത്തെ അവൻ ഭരമേൽപ്പിക്കൽ അനിവാര്യമാണ്. ഫി ജൽബി മസാലിഹി ദീനിഹി വ ദുനിയായ, ദുനിയാവിൻ്റെയും അതോടൊപ്പം തന്നെ ദീനിൻ്റെയുമായ എല്ലാ വിഷയങ്ങളും തൻ്റെ ജീവിതത്തിൽ നന്മയായി വർത്തിക്കുവാൻ വേണ്ടി. ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാ അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, നിനക്ക് നിന്റെ മനസ്സ് സ്ഥിരതയോടുകൂടി നിൽക്കണം. എന്തിനെന്നറിയോ? ഇത് ഞാൻ പ്രവർത്തിച്ചാൽ, ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ എൻ്റെ റഹ്മാനായ റബ്ബ് എനിക്ക് നൽകുക തന്നെ ചെയ്യും എന്ന ഉറച്ച വിശ്വാസം കൊണ്ട് നിന്റെ മനസ്സ് ദൃഢമായിരിക്കണം. വാക്ക് കേൾക്കണം കേട്ടോ നിങ്ങൾ, മനസ്സ് ദൃഢമായിരിക്കണം. എൻ്റെ റബ്ബ് നൽകും. എന്നിട്ടോ നിന്റെ ശരീരം വിറകൊള്ളണം. എങ്ങനെ? അമലുകൾ ചെയ്തുകൊണ്ട് ആ ഒരു ലക്ഷ്യത്തിലേക്ക് നേടാൻ, ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ റഹ്മാനായ റബ്ബിന്റെ പ്രവാചകനിലൂടെ ഈ ദുനിയാവിലെ എന്തെല്ലാം മേഖലകളുണ്ടോ അതിലൊക്കെ അള്ളാഹു ഹലാലാക്കിയ, പ്രവാചകൻ ഹറാമാക്കിയതിൽ നിന്ന്, അള്ളാഹു ഹറാമാക്കിയതിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് നീ കഠിനമായി പരിശ്രമിക്കണം. നിന്റെ മനസ്സ് അള്ളാഹുവിൽ ഉറപ്പിച്ചു നിർത്തുകയും അമലുകൾ കൊണ്ട് നീ കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യണം എന്ന് ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് 3 പോയിന്റാണ് സഹോദരങ്ങളെ. ഒന്ന്, റഹ്മാനായ റബ്ബിൽ നിന്നാണ് എല്ലാ കാര്യങ്ങളും എനിക്ക് ഉണ്ടാകുന്നത് എന്ന കൃത്യമായ ബോധ്യം. അതുകൊണ്ട് തന്നെ അള്ളാഹു എനിക്കൊരുക്കി വെച്ചിട്ടുള്ള എല്ലാ നന്മകളും, എല്ലാ ഷർറുകളിൽ നിന്നുള്ള സുരക്ഷയ്ക്കും വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ആത്മാർത്ഥമായി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവണം എന്ന തീരുമാനം. മൂന്നാമതായി, എന്തൊക്കെ പ്രതിസന്ധികളിലൂടെ കടന്നു പോയാലും അള്ളാഹു എന്നെ സംരക്ഷിക്കും, അള്ളാഹു എനിക്ക് നൽകുക തന്നെ ചെയ്യും, അള്ളാഹു മതി എന്ന ബോധ്യം. ശരി, ഞാൻ ഈ പറഞ്ഞ തത്വത്തെ മുന്നിൽ വെച്ചുകൊണ്ട് സഹോദരങ്ങളെ, ഇനി നാം ചിന്തിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. ഇതൊക്കെ സാധ്യമാകുമോ? മനുഷ്യർ തെറ്റിപ്പോകുന്ന തവക്കുൽ എന്താണെന്നറിയോ? അവിടെയാണ് നമ്മൾ ഈ ക്ലാസ്സിൻ്റെ ഏറ്റവും പ്രസക്തി. മനുഷ്യർ തവക്കുലാക്കൽ അള്ളാഹുവിൽ അല്ല, മഹാഭൂരിപക്ഷം. അള്ളാഹു നമ്മെ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. പിന്നെ എവിടെയാണ് തവക്കുലാക്കുക? നമുക്ക് എന്തെങ്കിലുമൊക്കെ നന്മകൾ ലഭിക്കുമെന്ന് വിചാരിക്കുന്ന പ്രവൃത്തിയിലാണ് മഹാഭൂരിപക്ഷം ആളുകളും തവക്കുലാക്കുക. ഒരു ജോലി കിട്ടിയെങ്കിൽ എല്ലാ പ്രശ്നവും തീരും, അല്ലേ? ജോലിയിൽ തവക്കുലാക്കുന്നവർ, നമ്മളൊക്കെ മനസ്സങ്ങനെ, കുറച്ച് പണം ഉണ്ടെങ്കിൽ എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. അപ്പം എന്തിനാണ് നമ്മൾ തവക്കുലാക്കിയത്? പണത്തെയാണ് തവക്കുലാക്കിയത്. എനിക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ എൻ്റെ പ്രശ്നമൊക്കെ പരിഹരിക്കപ്പെടുമോ? ഇല്ല. ആ ഒരു തിരിച്ചറിവ് പലപ്പോഴും നമുക്കില്ലാതെ പോകും. എന്നിട്ട് നമ്മൾ ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യും. എന്നാൽ ആരോഗ്യം വേണ്ടേ? വേണം. സമ്പത്ത് വേണ്ടേ? വേണം. എല്ലാം വേണം. അതുകൊണ്ട് മാത്രമാണ് എൻ്റെ ജീവിതത്തിലെ സകലമാന സൗഭാഗ്യങ്ങളും ഉണ്ടാവുക എന്നുള്ളത് ആ വസ്തുവിൽ തവക്കുലാക്കലാണ്. എന്നാൽ
എല്ലാ സൗഭാഗ്യങ്ങളും നൽകുന്നവൻ റഹ്മാനായ റബ്ബാണ് എന്ന ബോധ്യമുണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികളിലും അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മളെ കാര്യം നമ്മൾ തന്നെ നോക്കേണ്ടി വരും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചത്, എൻ്റെ ഒരു കണ്ണിമ വെട്ടുന്ന സെക്കൻഡ് പോലും ബാക്കി എന്താ, എൻ്റെ കാര്യം എന്നെ ഏൽപ്പിക്കല്ല റഹ്മാനെ. ഇന്ന് കണ്ണ് എത്ര വട്ടം ചിമ്മി അടച്ചു, ചിമ്മി തുറന്നു, കണക്കുണ്ടോ സഹോദരങ്ങളെ? അള്ളാഹിൻ്റെ റസൂൽ പറയാം, അത് നമുക്ക് കഴിയാഞ്ഞിട്ടാണ്. നമുക്ക് മനസ്സിലാവുണ്ടോ ഞാൻ പറയണേ? അത് കഴിയാഞ്ഞിട്ടല്ലല്ലോ, അത് നമുക്ക് കഴിയും. ആ സഹാബിക്ക് തൻ്റെ ചെരുപ്പിൻ്റെ വാറ് തുന്നിച്ചേർക്കാൻ കഴിയാഞ്ഞിട്ടാണോ? അല്ല, കഴിയുന്ന കാര്യമാണ്. അത് അള്ളാഹു നമുക്ക് നൽകിയ അവസ്ഥയാണ്. അതോടൊപ്പം തന്നെ ഇതിനൊക്കെ കഴിവ് നൽകിയ റഹ്മാനായ റബ്ബ് ഇത് പൂർത്തിയാക്കാൻ എനിക്ക് അവസരം നൽകണം, അള്ളാഹുവാണ് എന്നെ സഹായിക്കുന്നത് എന്നുള്ള ഉത്തമ ബോധ്യമാണ് ഉണ്ടാവേണ്ടത്. അല്ലെങ്കിൽ എന്താ സംഭവിക്കാന്നറിയോ? ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ നമ്മൾ അള്ളാഹിനെ വിട്ടുപോകും. കഠിനമായ രോഗം വന്നു, കച്ചവടം തകർന്നുപോയി, ജീവിതത്തിലെ സൗഭാഗ്യങ്ങളൊക്കെ അസ്തമിച്ചു പോയി, ഭാര്യ മരിച്ചു, ഭർത്താവ് മരിച്ചു, മക്കൾ മരിച്ചു, എല്ലാം സൗഭാഗ്യമാണ് എന്നും ഇതാണ് എൻ്റെ രക്ഷയെന്നും തീരുമാനിച്ച് അതിന് പിന്നാലെ സന്തോഷിച്ച് നടന്ന് റഹ്മാനായ റബ്ബിനെ മറന്നു കളഞ്ഞാൽ പ്രതിസന്ധികളിൽ ആരും സഹായത്തിനുണ്ടാവില്ല. അല്ലെങ്കിൽ അള്ളാഹു സഹായിക്കുന്ന. ഞാൻ വെറുതെ പറഞ്ഞല്ല. നോക്കൂ നിങ്ങൾ, മൂസാ നബി അലൈഹിസ്സലാം ബനൂ ഇസ്രായേലിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി ഏറ്റവും വലിയ നിഷ്ഠൂരനായ ഒരു രാജാവിനോട് അള്ളാഹുവിനെ കുറിച്ച് പറയണം എന്നുള്ളതാണ്. മാത്രമല്ല, തൻ്റെ ജനതയെ, ബനൂ ഇസ്രായേലുകാരെ മോചിപ്പിച്ചുകൊണ്ട് അവരെ സുരക്ഷിതരായി അവരെ രക്ഷപ്പെടുത്തുകയും ചെയ്യണം. വലിയ ഒരു ഉദ്യമമാണ് അള്ളാഹു കൊടുത്തത്. നോക്കൂ നിങ്ങൾ, ആ ഉദ്യമത്തിൽ കഠിനാധ്വാനം ചെയ്തു. ആര്? മൂസാ നബി അലൈഹിസ്സലാം. വിശ്വാസമുണ്ട് എൻ്റെ റഹ്മാനായ റബ്ബൻ്റെ കൂടെയുണ്ട് എന്ന്. ഫിർഔൻ എന്നെ കൊന്നുകളയും. അള്ളാഹിനോട് മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞ വാക്കാ. അള്ളാഹ് പറഞ്ഞെന്താ അറിയോ? നിങ്ങൾ രണ്ടാളും പോയിക്കോ, കൂടെ ഞാൻ ഉണ്ട്. എന്തൊരു ധൈര്യമായിരുന്നു മൂസാ നബി അലൈഹിസ്സലാമിന്. എന്തെല്ലാം പ്രതിസന്ധികളിലൂടെ മൂസാ നബി അലൈഹിസ്സലാം കടന്നു പോയത്. അവസാനം പ്രാർത്ഥിച്ച് സംവാദങ്ങളും വാഗ്വാദങ്ങളും തർക്കങ്ങളും ഭീഷണികളും 2 മനുഷ്യരാണ് ഏറ്റെടുത്തത്. അവർക്ക് പിന്നിൽ നിരാലംബരായ കുറേ മനുഷ്യർ. അവർക്ക് പലർക്കും ഭൗതിക താല്പര്യമാണ് ഉണ്ടായിരുന്നത്, രക്ഷപ്പെടണം എന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെയുള്ളൊരു ജനതയെയാണ് അള്ളാഹ് കൊടുത്തത്. എന്നിട്ട് അവരോട് അള്ളാഹു ഇറങ്ങി പുറപ്പെടാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ അവരെത്തുകയാണ്. എവിടെ? കടലിൻ്റെ അടുത്തെത്തുക. രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചു, എല്ലാം സുരക്ഷിതമായി എന്ന് വിചാരിച്ചു. പക്ഷേ അപ്പോഴാണ് അവർ കാണുന്നത് ആരെ? ഫിർഔൻ സൈന്യത്തെ മാത്രമല്ല, ആ നാട്ടിലെ ആബാലവൃദ്ധം ജനങ്ങളെയും കൂട്ടി വിജയമാഘോഷിക്കുവാൻ വേണ്ടി ബനൂ ഇസ്രായേലുകാരെ തുടച്ചു നീക്കുന്നതിൻ്റെ സുന്ദര കാഴ്ച കാണാൻ വേണ്ടി തൻ്റെ ഈജിപ്തിലെ മുഴുവൻ ജനങ്ങളെ കൂട്ടിയിട്ടാണ് വന്നത്. ഇത് കണ്ട മാത്രയിൽ ഇസ്രായേലുകാരായ ആളുകൾ പറഞ്ഞു, അല്ലാഹ് പറയാ, ഫലമ്മാ തറാ അൽ ജംആനി ഖാല അസ്ഹാബു മൂസ. ഈ തവക്കുൽ പഠിപ്പിക്കാൻ ആ സഹോദരങ്ങളെ ഈ ചരിത്രം നമ്മെ അല്ലാഹ് ഓർമ്മപ്പെടുത്തിയത്. ഈ ഒരു സന്ദർഭത്തിൽ ഒരു രക്ഷയുമില്ലെന്ന് അവർക്ക് തോന്നിയ ആ നിമിഷത്തിൽ മൂസാ നബി അലൈഹിസ്സലാമയുടെ ജനത പറഞ്ഞു, ഇന്നാ ലമുദ്റകൂൻ. കഴിഞ്ഞ നമ്മളെ കഥ. ഇനി നമുക്ക് രക്ഷയില്ല, നമ്മൾ സമ്പൂർണമായി നശിച്ചിരിക്കുന്നു. ഇനി ഒരു പ്രതീക്ഷയില്ലാത്ത വിധം അവർ നിരാശയിലായി. അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞ വാക്കെന്താ? ഖാല, മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, കല്ലാ, ഹേയ് ജനമേ, അങ്ങനെയല്ല, നിങ്ങൾ പറഞ്ഞതല്ല ശരി. ഇന്ന മഅയ റബ്ബീ സയഹ്ദീൻ. എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, എനിക്കൊരു മാർഗം കാണിച്ചു തരും. ഇതാണ് തവക്കുൽ. ഇങ്ങനെ സുന്ദരമായ തവക്കുൽ നമുക്കുണ്ടെങ്കിൽ മൂസാ നബി അലൈഹിസ്സലാമയുടെ ജീവിതത്തിൽ
അതികഠിനമായ പ്രതിസന്ധിയിൽ അള്ളാഹു സംരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെയുള്ള സുരക്ഷിതത്വം അള്ളാഹു നൽകുമെന്ന് പറയാനാണ് ഈ കഥ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ഒന്നല്ല, മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലെ കഠിനമായ അധ്വാനം, രാപ്പകലില്ലാത്ത അധ്വാനം, ആക്ഷേപങ്ങളും പരിഹാസങ്ങളും കുത്തുവാക്കുകളും, തൻ്റെ സഹപ്രവർത്തകരെ സഹാബത്തിനെ കൊന്നൊടുക്കലും, കച്ചവടത്തിൽ ബഹിഷ്കരണവും, കുടുംബത്തിൽ നിന്ന് ആട്ടിയിറക്കലും, യാ അല്ലാഹ്, എത്രമാത്രം കഠിനമായ പ്രതിസന്ധികളാണ് പ്രവാചകന്റെ ജീവിതത്തിൽ കടന്നുപോയത്. എന്നിട്ട് അവസാനം വർഷങ്ങൾ നീണ്ടതിന് ശേഷം, പതിറ്റാണ്ടിന് ശേഷമാണ് ഇന്ന പ്രവാചകരെ താങ്കൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പൊയ്ക്കോളൂ എന്ന അനുവാദം ഉണ്ടാകുന്നത്. അല്ലേ? ആ യാത്ര ഒന്ന് ഓർത്തു നോക്ക്. എന്തെല്ലാം ഒരുക്കങ്ങളാണ്, എന്തെല്ലാം കഠിനാധ്വാനമാണ് പ്രവാചകൻ ചെയ്തത് എന്നതിന് ശേഷം അവർ രാത്രി സൗർ ഗുഹയിൽ അവർ രാത്രി താമസിക്കുന്നുണ്ട്. ആരൊക്കെ? പ്രവാചകനും പ്രിയ കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖും. തനിക്ക് രഹസ്യമായി ഊടുവഴികളിലൂടെ കടന്നു പോകാൻ ഒരു ജൂതന്റെ സഹായം തേടുന്നുണ്ട്. നാട്ടിലെ വിവരങ്ങൾ അറിയാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുള്ളയെ ഏർപ്പാട് ചെയ്യുന്നുണ്ട്. ആടുകളുമായി വന്ന് ഭക്ഷണം കൊണ്ടുവന്ന് നാട്ടിലെ വിവരങ്ങൾ പറയുന്നുണ്ട്. എല്ലാ ഒരുക്കങ്ങളും, കഠിനാധ്വാനം, തൻ്റെ മാർഗത്തിൽ തനിക്ക് ചെയ്യാവുന്നതിൻ്റെ അങ്ങേ അറ്റത്തെ പ്രവർത്തനം മൂസാ നബി ചെയ്തതുപോലെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. മദീനയിൽ തനിക്ക് പള്ളി വാങ്ങാൻ 2 സെഞ്ചിയിൽ പണം ശേഖരിച്ചിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൻ്റെ കച്ചവടത്തിൽ നിന്ന് ലഭിക്കാവുന്ന അത്രയും സമ്പാദ്യം വലിച്ചിട്ടുണ്ട്. അത് മുഴുവൻ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. യാത്രക്ക് വേണ്ടിയുള്ള ഭക്ഷണം, ഒട്ടകം, എല്ലാം, യാത്രക്കുള്ള മാപ്പ്, റൂട്ട്, എല്ലാം. എന്തൊരൊരുക്കമാ! അതാ പറഞ്ഞത്, കഠിനാധ്വാനം ചെയ്യും. തനിക്കെത്താവുന്ന ലക്ഷ്യത്തിലേക്ക് കഠിനാധ്വാനം ചെയ്തു പ്രവാചകൻ. പക്ഷേ അസന്നിഗ്ധമായ ഒരു ഘട്ടമുണ്ടായി. ആ സൗർ ഗുഹയിൽ അവരിങ്ങനെ ഇരിക്കുമ്പോൾ മക്കാ മുശ്രിക്കുകൾ കടന്നു വന്നൊരു രംഗം നോക്കൂ നിങ്ങൾ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഫറഅയ്തു ആസാറൽ മുശ്രിക്കീന, ആ മുശ്രിക്കീങ്ങളുടെ ആ അടയാളങ്ങൾ, അവർ വന്നതിൻ്റെ കാലൊച്ചകൾ ഞാൻ കേട്ടു. ഖുൽതു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ലൗ അന്ന അഹദുഹും റഫഅ ഖദമഹു റആന, റസൂലേ, അവരൊന്ന് കാലിന്റെ ചുവട്ടിലേക്കൊന്ന് നോക്കിയാൽ നമ്മളെ കാണൂലേ? പ്രവാചകൻ വളരെ സന്തോഷത്തോടു കൂടി, പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭയപ്പാട് ലേശമില്ലാതെ ശാന്തനായി പറഞ്ഞു, മാ ലന്നുക ബിഇസ്നൈനി അല്ലാഹു സാലിസുഹുമ, എന്തിനാ അബൂബക്കറെ നീ വിഷമിക്കുന്നത്? അല്ലാഹു മൂന്നാമനായി കൂടെയുള്ള 2 പേരെ കുറിച്ച് താങ്കൾ എന്താ വിചാരിക്കുന്നത്? നോക്കൂ നിങ്ങൾ, അതാണ് തവക്കുൽ. നമ്മുടെ ജീവിതത്തിൽ ചെയ്യാവുന്നതിൻ്റെ അങ്ങേയറ്റത്തെ പരിശ്രമം നടത്തിയതിന് ശേഷം അള്ളാഹുവിനെ നമ്മൾ തവക്കുലാക്കണം. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഇദ്ഹുമാ ഫിൽ ഗാർ ഇദ് യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ആ 2 പേർ ഗുഹയിലായ സന്ദർഭം ഓർക്കുന്നില്ലേ? അല്ലാഹ് കഥ പറയാ. ആ ഓർക്കുന്നില്ലേ? തൻ്റെ കൂട്ടുകാരനോട് പ്രവാചകൻ പറഞ്ഞു, ലാ തഹ്സൻ, നീ ദുഃഖിക്കണ്ട, ഇന്നല്ലാഹ മഅനാ, അല്ലാഹ് നമ്മുടെ കൂടെ ഉണ്ട്. അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം, ആ മാർഗത്തിലുള്ള കഠിനമായ പരിശ്രമം, അള്ളാഹു സഹായിക്കുമെന്ന ഉത്തമ ബോധ്യം, നിർഭയമായി ജീവിക്കാൻ നമുക്ക് സാധിക്കും. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഒന്നുകൂടി പറയാം ചരിത്രത്തിൽ നിന്ന്. സഹോദരങ്ങളെ, ജീവിതത്തിൽ യഅ്കൂബ് നബി അലൈഹിസ്സലാമിയുടെ ചരിത്രങ്ങൾ കേട്ടിട്ടില്ലേ? യഅ്കൂബ് നബി അലൈഹിസ്സലാം തൻ്റെ 2 മക്കളെയാണ് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത്. ഒന്ന് യൂസഫിനെ കുറിച്ച് നമുക്കറിയാം, ബിന്യാമീനെ കുറിച്ച് നമുക്കറിയാം. തൻ്റെ മറ്റു മക്കളെക്കുറിച്ച് അദ്ദേഹത്തിന് സംശയം തോന്നുമാറുള്ള പ്രവർത്തനങ്ങളാണ് ഉണ്ടായത്. 2 ആളെയും കിട്ടിയില്ല. ആദ്യം അദ്ദേഹത്തിൻ്റെ കണ്ണ് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് വെളുത്തുപോയി, അന്ധനായിപ്പോയി അദ്ദേഹം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ വാക്ക് വിശുദ്ധ ഖുർആനിലുണ്ട്, ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്,
ഒരു കാര്യത്തിൻ്റെ വിധികർത്തൃത്വം അല്ലാഹ്ക്കാണ്. തീരുമാനം അല്ലാഹുവിനാണ്. ഞാനിതാ അലൈഹി തവക്കൽതു, ഞാൻ അവന്റെ മേൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. വ അലൈഹി ഫൽയതവക്കലിൽ മുതവക്കിലൂൻ, അവന്റെ മേൽ തന്നെയാണ് ഭരമേൽപ്പിക്കുന്നവർ ഭരമേൽപ്പിക്കേണ്ടത് എന്ന് യാക്കൂബ് നബി അലൈഹിസ്സലാം പറയാം. എന്തേ അല്ലാഹ് ചെയ്തത്? ചരിത്രം നമ്മൾ പിന്നെയും വായിച്ചില്ലേ? യൂസഫ് നബി അലൈഹിസ്സലാമിനെയും അനുജനെയും ബാക്കി മക്കളെയും ഒക്കെ റഹ്മാനായ റബ്ബ് തിരിച്ചു കൊടുത്തു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം, നമ്രൂദ് എല്ലാ ജനങ്ങളെയും ഒപ്പം നിർത്തി. ഒരു നാട്ടിൽ ഒരാളെങ്കിലും കിട്ടണ്ടേ? ഒരാൾ പോലും ലഭിക്കാതെ ഒറ്റപ്പെട്ടു പോയി. ആര്? ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. എന്തൊരു പരീക്ഷണമായിരുന്നു! ഒരു മരത്തിൽ കെട്ടിയിട്ടു അദ്ദേഹത്തെ വലിച്ചെറിയാനുള്ള തീകുണ്ടാരം. ആ ജനങ്ങൾ മുഴുവൻ എണ്ണയും മറ്റു വിറകും ശേഖരിച്ച് നിറച്ചു. അവർ പ്രാർത്ഥിക്കുകയായിരുന്നു, തങ്ങൾക്ക് കുട്ടിയുണ്ടാവാൻ, തങ്ങൾക്ക് സമ്പത്ത് ലഭിക്കാൻ, തങ്ങൾക്ക് ഐശ്വര്യമുണ്ടാവാൻ, ഈ നാടിന്റെ വിപത്തായ ഇബ്രാഹിമിനെ കൊല്ലാൻ ഞങ്ങളിതാ നേർച്ച നേരുന്നു എന്ന് പറഞ്ഞ് ആളിക്കത്തിച്ചു. ഒരു രക്ഷയില്ല. ഇനി തനിക്ക് രക്ഷയില്ല എന്നാണ് നമ്മളാണെങ്കിൽ വിചാരിക്കുക. എന്നാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു, ഹസ്ബി അല്ലാഹ് ബാക്കി വനിഅമൽ വക്കീൽ. നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന, എനിക്കല്ല മതി, എനിക്ക് ഭരമേൽപ്പിക്കാൻ അല്ലാഹു മതി. എന്തുണ്ടായ സഹോദരങ്ങളെ? അല്ലാഹു പ്രകൃതിയെ തന്നെ മാറ്റിക്കളഞ്ഞു. ഖുൽനാ യാ നാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം. കത്തിക്കുക എന്നതാണ് തീയിൻ്റെ ധർമ്മം. അല്ലാഹ് അതുപോലെ മാറ്റിക്കൊടുത്തു. തണുപ്പും സന്തോഷവുമാക്കി കൊടുക്കുക ഇബ്രാഹിമിന് തീയെ എന്നുള്ള കൽപ്പിച്ചു. നോക്കൂ നിങ്ങൾ, റഹ്മാനായ റബ്ബ് തീരുമാനമെടുക്കും നമ്മുടെ വിഷയത്തിൽ. നമ്മൾ നന്നായി തവക്കുൽ ഉള്ളവരാണ് എങ്കിൽ. നോക്കൂ നിങ്ങൾ, സക്കരിയ നബി അലൈഹിസ്സലാമയുടെ ചരിത്രം. മറിയം ബീവിയെ ബൈത്തുൽ മുഖദ്ദസിൽ പരിപാലിക്കുന്ന വലിയ ദൗത്യം അദ്ദേഹത്തിന് ലഭിച്ചു. ബൈത്തുൽ മുഖദ്ദസിലെ ഖാദിയായിരുന്നു അദ്ദേഹം. എനിക്കൊരു അനന്തരാവകാശമില്ലാത്ത വലിയ സങ്കടം ഉണ്ടായിരുന്നു. എന്നും പ്രാർത്ഥിക്കും. പ്രാർത്ഥനയോടുകൂടി പ്രാർത്ഥന ഏതുവരെ എന്നറിയോ? തൻ്റെ ദുർബലതകൾ വരെ പറഞ്ഞു, പടച്ചോനെ എല്ലൊക്കെ ദ്രവിച്ചുട്ടോ, ബലം കുറഞ്ഞു, എനിക്കിപ്പോഴും കുട്ടികൾ കിട്ടിയിട്ടില്ല, എൻ്റെ ഭാര്യ അവൾ വന്ധ്യയാണ്, ആഖിറാണ്, പടച്ചോനെ കിട്ടിയിട്ടില്ല, എനിക്ക് പ്രതീക്ഷ അസ്തമിച്ചിട്ടില്ല. എപ്പോൾ നമ്മളൊക്കെ പറയില്ലേ കുട്ടികൾ ഉണ്ടാകൂല എന്നുള്ള പ്രായം, അത്ര 2 പേരും വാർദ്ധക്യത്തിലെത്തിയിട്ടും അള്ളാഹുൽ തവക്കുൽ ചെയ്ത് പ്രാർത്ഥിച്ചു. അള്ള പറഞ്ഞത് എന്താ? നിങ്ങൾ ഫസ്തജബ്നാ ലഹു വവഹബ്നാ ലഹു യഹ്യാ. ആ തവക്കുലിന് അള്ള കൊടുത്ത മറുപടി എന്താ അറിയോ? അള്ള പറയാ ഉത്തരം നൽകി, എന്നിട്ട് ഞാൻ സമ്മാനം കൊടുത്തു, ഞാൻ പേരിട്ട് കൊടുത്തു. അള്ള പേരിട്ട കുട്ടിയാ യഹ്യാ. സക്കരിയ നബി അലൈഹിസ്സലാമിന് മകനെ കൊടുക്കുക മാത്രമല്ല, പേരിട്ട് കൊടുത്തു. എന്റെ സഹോദരങ്ങളെ, പ്രതീക്ഷകൾ അസ്തമിക്കുന്നിടത്തു നിന്ന് പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥിക്കാൻ തനിക്കൊരു റബ്ബുണ്ട് എന്ന് മനസ്സറിഞ്ഞ് വിശ്വസിക്കുന്ന ഒരാൾക്ക് മാത്രമേ അള്ളാഹുവിന്റെ അകമഴിഞ്ഞ സഹായം ഇഹത്തിലും പരത്തിലും ലഭിക്കൂ എന്ന് അള്ള ബോധ്യപ്പെടുത്തിയതാ. ഏതുവരെ എന്നറിയോ? പ്രസവിക്കൂലായിരുന്നു, പക്ഷേ അള്ളാഹ് ആ ഭാര്യയെ പ്രസവിക്കാൻ പറ്റുന്ന കോലത്തിലേക്ക് അള്ള ഉണ്ടാക്കി കൊടുത്തു. മാറ്റും, എല്ലാം മാറ്റും റഹ്മാനായ റബ്ബ്. അത് നമുക്ക് ഈ പറഞ്ഞ രൂപത്തിലുള്ള തവക്കുൽ ഉണ്ടാവണം. എന്നിട്ട് അള്ള പറഞ്ഞു, ഇന്നഹും കാനു, നിശ്ചയമായും അവർ ആയിരുന്നു, യുസാരിഊന ഫിൽ ഖൈറാത്ത്, നന്മയിൽ ധൃതിപ്പെട്ട് മുന്നോട്ട് വരുന്നവർ ആയിരുന്നു. അത് നമുക്കുണ്ടാവണം. എല്ലാ നന്മയിലും നമ്മൾ ഉണ്ടാവണം. ഈ ക്ലാസ് കേൾക്കുമ്പോൾ സഹോദരങ്ങളെ മനസ്സിലുണ്ടാവണം, പടച്ചവൻ എനിക്ക് നിർബന്ധമാക്കി ഒന്നും നഷ്ടപ്പെടുത്തൂല. തീരുമാനിക്കണം. ഞാൻ എൻ്റെ എന്ത് പ്രൊഫഷനാണെങ്കിലും, ഞാൻ എത്ര തിരക്ക് പിടിച്ച ആളാണെങ്കിലും, എൻ്റെ തിരക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒന്നുമല്ലെന്ന് തീരുമാനിക്കണം. ഹയ്യ അലസ്സലാ, ഒരു വിളിയാളമില്ലേ സഹോദരങ്ങളെ? എന്തിനാണ് ആ വിളി? നീ ജോലി കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്നാണോ? അല്ല. തിരക്കൊഴിഞ്ഞിട്ട് വന്നാൽ മതി എന്നാണോ? അല്ല. സമയമായി, നീ വാ, വിജയത്തിലേക്ക് വാ, നമസ്കാരത്തിലേക്ക് വാ. അവിടെ സമിഅനാ വഅതഅനാ, കേട്ടു അനുസരിച്ചു എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ മുമ്പിൽ പോയി നെഞ്ചത്ത് കൈവച്ച് സുജൂദിലേക്ക് നോക്കി നിന്ന് ഫാത്തിഹ ഓതി റുകൂഇൽ പ്രാർത്ഥിച്ച് സുജൂദിൽ പ്രാർത്ഥിച്ച്
ശേഷം നാദാ സ്വീകരിക്കണം റഹ്മാനെ എന്ന മനസ്സോടു കൂടി ഒരു 5 മിനിറ്റ്, ഒരു 10 മിനിറ്റ് നമുക്ക് ചെയ്യാൻ കഴിയും. അതെവിടെ നഷ്ടപ്പെടുന്നു? അവിടെ നമ്മൾ ദുനിയാവിനെ പ്രണയിക്കുന്നു, അള്ളാഹുവിൽ തവക്കുലില്ലാതെ പോകുന്നു എന്നറിയണം. പണത്തെ സ്നേഹിക്കുന്നു, സ്വർഗത്തെ നാം മറന്നു പോകുന്നു എന്ന് നമ്മൾ അറിയണം. അള്ളാഹു കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, വീടുണ്ടാക്കാനും വലിയ ഐശ്വര്യമുള്ള ബംഗ്ലാവുകൾ കെട്ടിപ്പടുക്കാനും പെരിന്തൽമണ്ണ സിറ്റിയിൽ എനിക്കൊരു കോംപ്ലക്സ് ഉണ്ടെന്ന് പറയാനുമൊക്കെ വലിയ സന്തോഷം. ശരി, എല്ലാ ദിവസവും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരു വീടുണ്ടാക്കാന്ന് പറഞ്ഞാലോ, ഒരു കണ്ണും കാണാത്ത, ഒരു മനസ്സിനും നിർവചിക്കാൻ കഴിയാത്ത അതിസുന്ദരമായ ഭവനം. അള്ളാൻ്റെ റസൂൽ എന്താ പറഞ്ഞേ? റവാത്തിബ് സുന്നത്ത് നിസ്കരിച്ചാൽ മതി എന്നാണ്. സുബഹിൻ്റെ മുമ്പുള്ള 2 റക്അത്ത്, ളുഹറിന് മുമ്പ് 2 4, ശേഷം 2, മഗ്‌രിബിന് ശേഷം 2, ഇശാന് ശേഷം 2, ഒരു 20 മിനിറ്റ്. ഇന്ന് കിട്ടിയോ? സ്വർഗത്തിൽ വീടുണ്ടാക്കിയ? ദുനിയാവിനോടാണോ പ്രണയം? അള്ളാഹിൻ്റെ സ്വർഗത്തോടാണോ പ്രണയം? അള്ളാഹു നമ്മെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. എല്ലാ അവയവങ്ങൾക്കും സ്വതക്കയുണ്ട് എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. കുല്ലു സുലാമ സ്വതക്ക. എന്നിട്ട് അതൊക്കെ കിട്ടാവുന്ന ഒരു അമല് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി പറഞ്ഞു. ദുഹാ നമസ്കാരത്തെക്കുറിച്ചാണ് പറഞ്ഞത്. 2 4 ആ സൂര്യൻ ഉദിച്ചുയർന്ന് ആ ഓഫീസിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ്, അല്ലേ, ഒന്ന് ഒതുവെടുത്ത് കുളിച്ച് ഫ്രഷായി പുതിയ ഡ്രസ്സിട്ട് ഓഫീസിലേക്ക് ഇറങ്ങൂലേ, ആ ആദ്യത്തെ നൃത്തം അള്ളാൻ്റെ മുമ്പിൽ 2 റക്അത്തിന് നിന്ന് നോക്കി സഹോദരങ്ങളെ. ആ ഇൻസൈഡ് ചെയ്ത് ആ ഏറ്റവും വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് ആ ഒതുവോട് കൂടി വന്ന് അല്ലാഹു അക്ബർ, നാദാ ഞാൻ ഇറങ്ങട്ടോ, കാക്കണം കേട്ടോ, അതാ തവക്കുൽ. ഇന്ന് കിട്ടിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ ഇബ്നു റബാഹ് ഇങ്ങനെ നടന്നു വന്നപ്പോൾ പുഞ്ചിരിയോടുകൂടി പറഞ്ഞു, ബിലാൽ, സ്വർഗത്തിൽ എൻ്റെ വീടിൻ്റെ അടുത്തുകൂടെയാണല്ലോ താങ്കളുടെ നടത്തം, ചെരുപ്പിൻ്റെ ശബ്ദം ഞാൻ കേട്ടു എന്നാ. 2 ആളും മരിച്ചിട്ടില്ല. ആ സഹാബത്തിനൊക്കെ ആശ്ചര്യമായി. ബിലാൽ ഇബ്നു റബാഹിനോട് അവർ ചോദിച്ചു, എന്തേ ഞങ്ങളെക്കാളിൽ പ്രത്യേകിച്ച്, എന്തേ ഒരു പ്രത്യേകിച്ച്? ബിലാൽ ഇബ്നു റബാഹ് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞൊരു ഹദീസ് എനിക്ക് വല്ലാത്ത ഇഷ്ടമായി. ഏതാ ഇഷ്ടം എന്നറിയോ? ഒതു എടുത്താൽ 2 റക്അത്ത് നിസ്കരിക്കാം. ഞാൻ എൻ്റെ ജീവിതത്തിലെ ഹദീസ് പഠിച്ചപ്പോൾ ഒതു നഷ്ടപ്പെടുമ്പോൾ ഞാൻ ഒതു എടുക്കും, ഒതു എടുത്താൽ 2 റക്അത്ത് നിസ്കരിക്കും. ഒതു നഷ്ടപ്പെടാതെ എങ്ങനെ ജീവിക്കാം? എന്തിന് സഹോദരങ്ങളെ? എപ്പോൾ മരിച്ചാലും സ്വർഗത്തേക്ക് എത്തണം എന്നുള്ള തവക്കുലാണ്. ഉണ്ടോ? തിരക്ക് അല്ലേ, വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട് നമ്മളെ തിരക്ക്. സഹോദരങ്ങളെ, എത്ര തിരക്ക് കൂട്ടിയാലും ഇവിടെ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ, അല്ലേ? ഒരു മഞ്ഞക്കടലാസ് ഒരു 4-5 എണ്ണം ഷെൽഫിലുണ്ടാവും ആധാരേ, അല്ലെങ്കിൽ ലാഭത്തിൻ്റെ കുറച്ച് കടലാസുകൾ, അതൊക്കെ ഒരു 55-60 വയസ്സ് വരെയൊക്കെ ഉണ്ടാവും. ഈ 56-ാമത്തെ വയസ്സിൽ എൻ്റെ ഒരു സുഹൃത്ത് മാഷ് റിട്ടയറാണ്. അദ്ദേഹം റിട്ടയറായി. അപ്പോൾ അദ്ദേഹം ഒരു 2-3 കൊല്ലം മുമ്പ് തന്നെ തുടങ്ങിക്കണേ റിട്ടയറായാലേ പ്രൊജക്റ്റ്. അദ്ദേഹം വലിയ മില്ലും കാര്യങ്ങളൊക്കെ തുടങ്ങി ഭയങ്കര സംഭവമാക്കി. റിട്ടയറാണിൻ്റെ ഒരാഴ്ച മുമ്പ് തലകറങ്ങിന്ന് വീണതാണ്. നോക്കുമ്പോൾ ട്യൂമറാണ്. ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ ആഗ്രഹിച്ചത് ദുനിയാവാണ്. പക്ഷേ അള്ളാഹുവിനെ ഒരു പരീക്ഷണം എനിക്ക് വരും എന്ന് തിരിച്ചറിയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ദുനിയാവിൽ ആ പരീക്ഷണം ഒരു രക്ഷയാണ്. അത്രേ ഉള്ളൂ സഹോദരങ്ങളെ. എത്ര ആളുകളാണ് ഈ മൗലാന ഹോസ്പിറ്റലിൽ നിൽക്കണേ, പ്രതീക്ഷയോടുകൂടി ആളുകൾ കൊണ്ടുവന്ന് മണിക്കൂറുകൾ കഴിയുമ്പോൾ എത്ര ചെറുപ്പക്കാരെയാണ് മുഖത്തേക്ക് വെള്ളത്തുണി വലിച്ചിട്ട് ആർത്തലച്ച് കരയുന്ന കുടുംബങ്ങൾ കടന്നു പോകുന്നത്. നമ്മൾ അറിയുക, ജീവിതത്തിൽ റഹ്മാനായ റബ്ബ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം, ഞാൻ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ അനുഗ്രഹങ്ങളും എനിക്ക് നൽകും എന്നാണ്. ഇനി തവക്കുലുണ്ടെങ്കിൽ നമുക്ക് ലഭിക്കുന്ന മറ്റു ചില അനുഗ്രഹങ്ങൾ കൂടി ഞാൻ പറയാം. ഒന്നെന്താണെന്നറിയോ? ഈ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടപ്പെടേണ്ടത് ആരാ? നമ്മെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടണമെന്ന് ആഗ്രഹിച്ചത് ആരാ?
അല്ലേ? അല്ലാഹ് റഹ്മാനായ റബ്ബ് എന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് നമുക്ക് ബോധ്യമുണ്ടായാൽ എന്ത് സുന്ദരമായിരിക്കും ജീവിതം. അല്ലാഹ് പറഞ്ഞു, ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ്. നിങ്ങളൊരു കാര്യം തീരുമാനിച്ചാൽ നിങ്ങൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. പ്രവാചകനോടുള്ള കൽപ്പനയാണ്. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തവക്കിലീൻ. തീർച്ചയായും അള്ളാഹു ഭരമേൽപ്പിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു എന്നാണ്. അപ്പോൾ തവക്കുലുണ്ടെങ്കിൽ ജീവിതത്തിൽ പ്രതീക്ഷയുണ്ടാകും, നിരാശയുണ്ടാവില്ല എന്ന് മാത്രമല്ല, റഹ്മാനായ റബ്ബ് നമ്മെ ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും. മറ്റൊന്ന്, അള്ളാഹു വിശുദ്ധ ഖുർആൻ പറഞ്ഞെന്താ അറിയോ? എല്ലാ കാര്യവും അള്ളാഹ് അങ്ങോട്ട് ഏറ്റെടുക്കും. ഓൻ്റെ കാര്യങ്ങളൊക്കെ പിന്നെ അള്ളാഹ് നോക്കുക, അല്ലെങ്കിൽ നമ്മൾ നോക്കേണ്ടി വരും നമ്മളെ കാര്യം. അള്ളാഹ് പറയാ, മൻ യതവക്കൽ അലല്ലാഹ്. ആരാണോ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നത്, ഫഹുവ ഹസ്ബു. എല്ലാറ്റിനും അവന് അള്ളാഹു മതിയായവനാണ്. മറ്റൊന്നെന്താണെന്നറിയോ? ജീവിതത്തിൻ്റെ സുഖങ്ങളും ഉപജീവനമൊക്കെ അല്ലേ നമ്മളെ പ്രശ്നം, അല്ലേ? അതിനല്ലേ ഓട്ടത്തിനിടയിലാണല്ലോ അള്ളാഹനെ മറക്കണേ, അല്ലേ? ഞാൻ ഓടിയെങ്കിൽ എൻ്റെ കാര്യം നടക്കുള്ളൂ എന്നുള്ള ബേജാറിലല്ലേ ഓടുന്നത്. ഹേയ്, നിസ്കാരം തടസ്സമായി, നോമ്പൊക്കെ ഭയങ്കര പ്രശ്നമായി, പള്ളിക്കൊരു 10,000 ഉറുപ്പിക ചോദിച്ചാൽ എനിക്കറിയോ എൻ്റെ കുട്ടിൻ്റെ അല്ലേ പ്രശ്നങ്ങളാണ്. നമ്മുടെ പണം ഇങ്ങോട്ട് പുറത്തേക്ക് വരില്ല. ദൂർത്തടിക്കണം എന്നല്ല, അള്ളാഹ് ചില പോയിന്റുകൾ ഇങ്ങനെ കാണിച്ചു തരും, സ്വർഗത്തേക്ക് ഇങ്ങനെ നടന്നു പോകാൻ. അത് ചിലപ്പോൾ ഒരു പള്ളിൻ്റെ 10 സെൻറ്റിൽ ഒരു കാസെൻറ്റ് വാങ്ങാനായിരിക്കും, അല്ലെങ്കിൽ ഒരു വിധവക്ക് വീട് വെച്ച് കൊടുക്കാനായിരിക്കും. നമ്മളെ മക്കൾ ചിലപ്പോൾ നമ്മളെക്കാൾ വലിയ കോടീശ്വരന്മാരായിരിക്കും. ഒരു വീടുണ്ടാക്കിയപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, നമ്മൾ വലിയ വീടൊക്കെ മക്കൾക്ക് ഉണ്ടാക്കും, നമ്മൾ മരിച്ചാൽ അത് തച്ച് പൊളിച്ചവർ ഓൽക്ക് ഇഷ്ടമുള്ള വീടുണ്ടാക്കും. ശരിയല്ലേ? അത്രേ ഉണ്ടാവുള്ളൂ. നമ്മളതൊന്നും ആരും ഉപയോഗിക്കില്ല. അത് വാപ്പാൻ്റെ തന്തവൈബാണ് നണ്ടാണ് വിടും. ഓല കോലത്തിലാകാരം. എന്നാലേ ഗതിയില്ലാത്തൊരുത്തനൊരു വീട് വെച്ച് നോക്ക്, അവൻ്റെ 5 നേരത്തെ പ്രാർത്ഥനയിലുണ്ടാവും, പടച്ചോനെ ഈ ഇടിങ്ങനെ പൊട്ടുമ്പോൾ ആ നേല കണ്ടിരുന്ന വീട്ടിൽ നിന്ന് ഈ ചെറിയ വീട്ടിൽ തന്നെ മാറ്റിയൊരു കുടുംബം ഉണ്ടല്ലോ റഹ്മാനെ. നമുക്ക് എന്തേ നഷ്ടം ഉണ്ടായിട്ടുള്ളൂ? ഒരു കൊല്ലത്തിൽ 10 ലക്ഷമോ 20 ലക്ഷമോ 50 ലക്ഷമൊക്കെ വരുമാനമല്ലേ നമ്മൾ 2-3 ലക്ഷമൊക്കെ ചിലവാക്കിയിട്ടുണ്ടാവുള്ളൂ. ഉണ്ടോ നമ്മളിത് സമ്പാദ്യം? ഒരു പള്ളിക്ക് ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ ആ പള്ളിയിൽ കിടക്കണ 5 ലക്ഷം രൂപ മുടക്കി മുസല്ലയിൽ എൻ്റെ 1 ലക്ഷം ഉണ്ട്, എൻ്റെ ഒരു 50,000 ഉണ്ട്, അതേ ഉണ്ടാകൂ. അത് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്ന ഒരാൾക്ക് മാത്രമേ അതാണ് അള്ളാഹ് പറഞ്ഞു, ഫഹു ഹസ്ബു, അവൻ അള്ളാഹ് മതി. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, അവൻ്റെ ജീവിതത്തിലെ എല്ലാ ഉപജീവനവും അള്ളാഹു നൽകും. ലൗ അന്നകും കുൻതും തവക്കലൂന അലല്ലാഹി ഹഖ്ക തവക്കുലിഹി. ശരിയായ തവക്കുൽ, ഞാൻ ഈ പറഞ്ഞ രൂപത്തിൽ മനസ്സറിഞ്ഞ് അള്ളാഹനെ പഠിച്ച് മനസ്സിലാക്കി എന്നാൽ കഴിയുന്നതൊക്കെ ചെയ്ത് ഇതിൻ്റെ ഹൈറും ഷർറും അള്ളാഹുവിൽ നിന്നാണ് പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥനയോടുകൂടി ജീവിച്ച ഒരു മനുഷ്യനാണ് എങ്കിൽ ലറസഖ്തും കമാ തുർസഖു ത്വയ്ർ. പക്ഷികൾക്കല്ല ഭക്ഷണം കൊടുക്കണ പോലെ അവൻ്റെ പ്രശ്നത്തിലല്ല ഇടപെടുന്നാണ്. എന്താ പക്ഷികളുടെ പ്രശ്നം? അവരൊന്നും എടുത്തു വെക്കണില്ല. നേരെ ഇരുട്ടാകുമ്പോൾ വീട്ടിലേക്ക് വരും, കൂട്ടിലേക്ക് വരും, നേരം വെളുത്ത പറന്നു പോകും. പക്ഷേ ഒരു പക്ഷിയും പട്ടിണി കടന്ന് മരിച്ചിട്ടില്ല. കാരണം എന്താ? അള്ളാഹ് അതിനൊരു മാർഗം കാണിച്ചു കൊടുക്കും. അതിൻ്റെ കുട്ടികളാരും ഭക്ഷണം കിട്ടാതെ ചത്തുപോയിട്ടില്ല. അതിൻ്റെ ചുണ്ടിൽ അള്ളാഹു ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കും. അതാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്. ആ പക്ഷി അധ്വാനിച്ചിട്ടുണ്ട്, ആ അധ്വാനം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവണം എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുള്ളൂ. 4-മത്തെ ഗുണം തരാം സഹോദരങ്ങളെ, സ്വർഗം കിട്ടും. തവക്കുലില്ലെങ്കിൽ സ്വർഗം ഉണ്ടാവില്ല. കാരണം തവക്കുലില്ലെങ്കിൽ നമ്മൾ സ്വന്തം കാര്യം നോക്കണത്, അത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. റഹ്മാനായ റബ്ബ് പഠിപ്പിച്ചിട്ടില്ല, വല്ലദീന ആമനു, വിശ്വസിക്കുകയും വഅമിലു സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ആളുകൾ, ല നുബവ്വി അന്നഹും മിനൽ ജന്ന ഖുറഫൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫിഹാ നിഅമ അജ്റുൽ ആമിലീൻ. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാരോ അവർക്ക് നാം സ്വർഗത്തിൽ താഴ്ഭാഗത്ത് കൂടി നദികൾ ഒഴുകുന്ന ഉന്നത സൗധങ്ങൾ, ഉന്നത വീടുകൾ, താമസ സൗകര്യം നൽകുന്നതാണ്. അള്ളാഹ് വെച്ച കണ്ടീഷനാണ്. പക്ഷേ അല്ലദീന സബറു, ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ ക്ഷമിക്കണം. വഅലാ റബ്ബിഹിം യതവക്കലൂൻ,
അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയും ചെയ്യണം. ഈ ദുനിയാവിലെ ഏറ്റവും വലിയ ഷർറ് എന്താ അറിയോ? പിശാച് ഉപദ്രവിക്കുക എന്നുള്ളതാണ്. പിശാചിൻ്റെ വസ്വാസാൻ, പിശാചുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. തിന്മക്ക് പ്രേരിപ്പിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാകുക എന്നുള്ളതാണ്. സുരക്ഷിതത്വം വേണോ? അള്ളാഹു പറഞ്ഞു, നിങ്ങൾ തവക്കുൽ ചെയ്യണം. ഇന്നഹു ലൈസ ലഹു സുൽത്താൻ, പിശാചിന് യാതൊരു അധികാരവും ഉണ്ടാവുകയില്ല. അലല്ലദീന ആമനൂ വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അള്ളാഹുവിൽ ദൃഢമായി വിശ്വസിക്കുകയും അവനിൽ ഭരമേൽപ്പിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് അയാളെ ഉപദ്രവിക്കാൻ പിശാചിന് സാധിക്കുകയില്ല എന്ന് തവക്കുലിനെ കുറിച്ച് അതിൻ്റെ പ്രതിഫലമായി ദുനിയാവിൽ നിന്ന് അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. മറ്റൊന്നെന്താ സഹോദരങ്ങളെ, ജീവിതത്തിൽ നിരാശയോ ഉണ്ടാവില്ല. എന്നാണ് നിരാശയുണ്ടാവില്ല, നിരാശപ്പെട്ട് പരാജയത്തെക്കുറിച്ച് സങ്കടപ്പെടൂല എന്നാണ്. ഖുൽ, നബിയെ പറയുക, ലൻ യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലനാ, അള്ളാഹു രേഖപ്പെടുത്തിയതല്ലാതെ ഞങ്ങൾക്കൊന്നും ബാധിക്കൂല എന്ന് ദൃഢമായി വിശ്വസിക്കുന്ന ഒരാൾ, അവന് നിരാശ ഉണ്ടാവില്ല. അതാണ് തവക്കുൽ. അതാണ് തവക്കുൽ. ഒരു നിരാശ ഉണ്ടാവില്ല. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു, ഹുവ മൗലാന, അവർ വിശ്വസിക്കും അള്ളാഹുവാണ് എൻ്റെ യജമാനൻ. വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, അങ്ങനെ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നവരായിരിക്കും അവർ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, തവക്കുൽ ചെയ്യുക എന്നുള്ളത് ഏറ്റവും വലിയ നന്മയാണ്. ഇതൊക്കെ കേട്ടപ്പോൾ ഒരു സംശയത്തിന് കൂടി മറുപടി ഞാൻ പറയാം. എങ്കിൽ ഒക്കെ അള്ളാഹുവിൻ്റെ കാര്യമാണ് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നും പ്രവർത്തിക്കാതെയാണ് മുന്നോട്ട് പോകേണ്ടത്. ഒന്നുകൂടി ഞാൻ അതിന് മറുപടി പറയാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്നിട്ട് യമനുകാരായ ചില യാത്രക്കാർ പറഞ്ഞു, ഞങ്ങൾ പാഥേയമൊരുക്കാതെ, യാത്രക്കുള്ള വിഭവമൊരുക്കാതെ ഞങ്ങളൊക്കെ ഹജ്ജിന് പോവുകയാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ തവക്കുലാക്കിയിട്ടുണ്ട്, ഞങ്ങൾ ഹജ്ജിന് പോവുകയാണ് എന്ന് പറഞ്ഞു. നോക്കൂ നിങ്ങൾ, അപ്പോഴാണ് സൂറത്ത് ബഖറയിലെ 197 വചനം ഇറങ്ങിയത്. വതസവ്വദൂ, നിങ്ങൾ വിഭവങ്ങൾ ഒരുക്കുക, ഒരുക്കിയിട്ടേ യാത്ര പോകാവൂ. നബി ഹിജറ പോയപ്പോൾ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. പ്രവാചകന്മാർ അഖിലവും കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മടിയും അലസതയുമില്ലാത്ത അധ്വാനമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. ഇമാം അഹ്മദ് ബിൻ ഹംബലിൻ്റെ അടുത്ത് വന്നുകൊണ്ട് ഒരാൾ പറഞ്ഞു, ഞാൻ അള്ളാഹുൽ തവക്കുലാക്കി നടന്ന ഹജ്ജിന് പോവുകയാണ് എന്ന് പറഞ്ഞു. ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഉടനെ ചോദിച്ചു, പരിഹസിച്ചുകൊണ്ട്, കൂടെ ആളുണ്ടോ എന്ന് ചോദിച്ചു. ആ ഉണ്ട് എന്ന് പറഞ്ഞു. എങ്കിൽ ഈ അയാളെ ഭക്ഷണപ്പൊതിയിലാണ് തവക്കുലാക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞു. അതായത് ആ തവക്കുലാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് ഈസിക്ക് നടക്കാമെന്ന് അല്ലെങ്കിൽ വെറുതെ നടക്കാമെന്ന് വിചാരിക്കേണ്ടതില്ല എന്നാണ് നമ്മൾ അറിയേണ്ടത്. മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള യാത്രയിൽ ഊടുവഴികൾ അറിയാൻ പ്ലാനിങ്ങോട് കൂടി അബ്ദുല്ലാഹിബിൻ ഉറൈഖെ എന്ന ജൂതനെ പോലും പ്രവാചകൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിൽ ഈ ദുനിയാവിലെ എല്ലാ നന്മകൾ നേടാനും കഠിനാധ്വാനം ചെയ്തുകൊണ്ട് അതിൻ്റെയൊക്കെ പ്രതിഫലം ഇഹത്തിലും പരത്തിലും ലഭിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് തവക്കുലാക്കിക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വിശാലമായൊരു വിഷയമാണ്, ഒരു തലം മാത്രമാണ് സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്തിയത്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അധ്വാനങ്ങൾ മുഴുവൻ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും സമ്പാദ്യവും മുഴുവൻ തന്നെ സംരക്ഷിക്കുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുവെങ്കിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ അതാണ് അതിലുള്ള തവക്കുൽ. എന്നാൽ എല്ലാം നൽകിയവൻ അള്ളാഹുവാണ്. എല്ലാം റഹ്മാനായ റബ്ബ് നൽകിയതിൻ്റെ കണക്കനുസരിച്ചാണ് എനിക്ക് ലഭിക്കുന്നത്. ആ അള്ളാഹുവിന് നന്ദി കാണിച്ച് അവൻ എനിക്ക് നിർബന്ധമാക്കിയ ഇബാദത്തുകൾ, ഞാൻ പഠിക്കാൻ ഏൽപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ, ഞാൻ ജീവിതത്തിൽ പകർത്താൻ ഏൽപ്പിക്കപ്പെട്ട പ്രവാചകൻ്റെ തിരുസുന്നത്ത്, അത് ജീവിതത്തിൽ ഉൾക്കൊണ്ടാൽ എനിക്കല്ലാഹു തവക്കുലിനുള്ള പ്രതിഫലമായി ജന്നാത്തുൽ ഫിർദൗസ് നൽകുമെന്ന പ്രതീക്ഷയോടുകൂടി നിരാശയില്ലാത്തൊരു ജീവിതമാണ് നമുക്കുണ്ടാവേണ്ടത്. അതിനല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇഹലോക ജീവിതത്തിലെ നന്മകൾ നാം ആഗ്രഹിച്ചിട്ടില്ലെങ്കിലും, നമുക്ക് എത്തിപ്പിടിക്കാൻ ആഗ്രഹിച്ചിട്ടില്ലെങ്കിലും, ചിലപ്പോൾ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ വലിയ സൗഭാഗ്യങ്ങൾ കടന്നു വരും. ഇനി നാം എത്തിപ്പിടിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് കഠിനാധ്വാനം ചെയ്താലും അള്ളാഹു നൽകാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ലഭിക്കില്ല, നമുക്ക് ലഭിക്കില്ല, നമുക്ക് ലഭിക്കില്ല. അത് നിരാശയുടെ വർത്തമാനമല്ല, നാളെയുടെ പ്രതീക്ഷയുടെ വർത്തമാനമാണ്. എനിക്ക് ഏകിയത് ഇഹത്തിൽ ലഭിക്കും,
നാളെ പരലോകത്ത് സ്വർഗം നഷ്ടപ്പെടാതിരിക്കണം എന്ന തവക്കുലോടുകൂടി ജീവിക്കാൻ റഹ്മാനായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അവൻ്റെ കോടതിയിൽ വിചാരണക്കെത്തുമ്പോൾ ഈ ദുനിയാവിലെ ഓരോ സെക്കൻഡുകളും പ്രയോജനപ്പെടുത്തപ്പെട്ട മുഅ്മിനായി ഈ ദുനിയാവിനെ എരിഞ്ഞു തീർക്കാൻ അല്ലെങ്കിൽ ജീവിച്ചു തീർക്കാൻ ഭാഗ്യം ലഭിച്ചവരായി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധു സഹോദരങ്ങൾ എല്ലാവരുടെയും ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ മക്കൾക്ക് അള്ളാഹു ഹിദായത്ത് നൽകുമാറാവട്ടെ. ദൃഢബോധ്യത്തോടു കൂടി അള്ളാഹുവിനെ മനസ്സിലാക്കി പരലോകം ലക്ഷ്യം വെച്ച് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ഇസ്ലാം കാര്യവും ഈമാൻ കാര്യവും ചേർത്ത് വെച്ചാൽ 11 സമ്പൂർണ്ണമായി ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.